ഹല്ലേലൂയ, ഹല്ലേലൂയ. നമുക്ക് ഒരുമിച്ച് കർത്താവിന്റെ സന്നിധിയിൽ ചില നിമിഷങ്ങൾ കൂടി സ്തോത്രം ചെയ്യാം. അന്യഭാഷകളിൽ ചില നിമിഷങ്ങൾ സംസാരിച്ചു തുടങ്ങുക, ചില നിമിഷങ്ങൾ കൂടെ അന്യഭാഷകളിൽ സംസാരിച്ചു തുടങ്ങുക. കേട്ടുകൊണ്ടിരുന്ന വചനത്തിന്റെ ആഴമേറിയ ദൂതുകൾ ചലിക്കപ്പെടുന്ന നിലവാരത്തിൽ മരിച്ചു കിടക്കുന്നതിനകത്തിൽ നിന്ന് ചില ജീവനുകൾ പുറത്തു വരുന്നതും അസാധാരണമായ ദൈവത്തിന്റെ അഭിഷേകത്തിന്റെ തലങ്ങളിൽ പ്രകലിൽ അധികാരത്തോടെ വെളിപ്പെടണം. നിങ്ങൾ ഒരുമിച്ച് അങ്ങനെ സ്ഥലത്തിലേക്ക് അടുത്തു വരുന്നു. ദൈവാത്മാവിന്റെ വലിയ നിയോഗം ശക്തിയോടെ ചലിച്ചു തുടങ്ങുന്ന ആ വലിയൊരു സമയമാക്കി അവിടുന്ന് മാറ്റാൻ പോകുന്നതിനായി സ്തോത്രം. തുടർന്ന് നടക്കുന്ന കർത്തൃമേശയുടെ സകല ശുശ്രൂഷ മേഖലകളും കർത്താവ് തന്നെ ഭരിച്ചു നടത്തേണ്ടതിന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദൈവം മഹത്വം വെളിപ്പെടട്ടെ. അനുഗ്രഹിക്കണം യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ തന്നെ. എനിക്ക് മുമ്പായി ശുശ്രൂഷിച്ച സംഭാഷണമായി സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. ആയിരിക്കുന്ന എല്ലാ ദൈവമക്കൾക്കായും സ്തോത്രം ചെയ്യുന്ന കർത്താവിന്റെ തൃക്കരം ഈ പ്രഭാതത്തിലധികം ശക്തിയോടുകൂടി വെളിപ്പെട്ട് വരുമ്പോൾ കൊരിന്ത്യർക്ക് എഴുതിയ ഒന്നാമത്തെ ലേഖനം, അപ്പോസ്തലനാകുന്ന പൗലോസ് കൊരിന്ത്യർക്ക് എഴുതിയ ഒന്നാമത്തെ ലേഖനം അതിന്റെ 10-ാം അധ്യായം 16-17 വാക്യങ്ങൾ നമുക്ക് വേഗത്തിൽ വായിക്കാം. കൊരിന്ത്യർക്ക് എഴുതിയ ഒന്നാം ലേഖനം 10-ാം അധ്യായം അതിന്റെ 16-17 വാക്യങ്ങൾ. ആമേൻ. 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 ഇവിടെ 10-ാം അധ്യായം 16-ാം വാക്യത്തിൽ വ്യക്തമാക്കുന്നു, നാം അനുഗ്രഹിക്കുന്ന അനുഗ്രഹപാത്രം. പറഞ്ഞേ, നാം അനുഗ്രഹിക്കുന്ന അനുഗ്രഹപാത്രം. അനുഗ്രഹപാത്രം. അടുത്ത അധ്യായത്തിലേക്ക് വന്നേ. 11-ാം അധ്യായം അതിന്റെ 26-27 വാക്യങ്ങൾ വായിച്ചു. മതി. ഹല്ലേലൂയ. 10-ാം അധ്യായം 16-ാം വാക്യത്തിലേക്ക് വന്നപ്പോൾ അവിടെ വ്യക്തമാക്കി, ഇത് നിങ്ങളുടെ അനുഗ്രഹപാത്രം. പറഞ്ഞേ, ഇത് ഇവിടെ ഇരിക്കുന്ന ശുശ്രൂഷയിലേക്ക്, ആ ഓർമ്മയിലേക്ക് നമ്മൾ പ്രവേശിക്കുമ്പോൾ അത് എൻ്റെ അനുഗ്രഹപാത്രം. അടുത്ത അധ്യായത്തിൽ വ്യക്തമാക്കുന്നു, ഇത് ശിക്ഷയ്ക്കും കാരണമാണ്. രണ്ട് ഭാഗം വ്യക്തമാണ്. ആമേൻ. ഒന്ന് പോസിറ്റീവായി പറയുന്നു, അടുത്തത് നെഗറ്റീവായി പഠിച്ചു പറയുന്നു. അപ്പോ ഈ കർത്തൃമേശയുടെ ശുശ്രൂഷയെ നമുക്ക് അനുഗ്രഹമാക്കി അതിനെ മാറ്റിയെടുക്കാം, ശാപമാക്കി തീർക്കുകയും ചെയ്യാം. വളരെ ശ്രദ്ധിക്കണം. ഹല്ലേലൂയ. നല്ല മെസ്സേജുകൾ ചാർജ് ആയതെങ്കിൽ അതിൻ്റെ ഇടയിൽ ഞാനിങ്ങനെ വന്ന് പറയുന്നത്. ആമേൻ. ഹല്ലേലൂയ. ശ്രദ്ധിക്കണേ. ഇതിനെ എന്തൊക്കെയാക്കാം? ഇതിനെ അനുഗ്രഹമാക്കി മാറ്റുകയും ചെയ്യാം. അതേസമയം അയോഗ്യതയോടുകൂടി കൈനീട്ടിയാൽ, അയോഗ്യതയോടുകൂടിയാണ് ഞാൻ കൈനീട്ടുന്നത് എങ്കിൽ ഇതെന്റെ ജീവിതത്തിൽ അത് നന്മയ്ക്കല്ല തിന്മയ്ക്കായിട്ട് ഭവിക്കും. അതിനെ അറിഞ്ഞുകൊണ്ട് വേണം നമ്മൾ കർത്താവിന്റെ മേശയിലേക്ക് പ്രവേശിക്കാൻ. ഹല്ലേലൂയ. ഇന്ന് പകൽ കർത്താവിനോട് പറഞ്ഞേ, അപ്പാ ഞാൻ ശുശ്രൂഷയിലേക്ക് പ്രവേശിക്കുകയാണ്, കർത്തൃമേശയിലേക്ക് ഞാൻ പ്രവേശിക്കുകയാണ്. ഇതെനിക്ക് അനുഗ്രഹപാത്രമായി മാറണം. ആമേൻ. ഇതെനിക്ക് അനുഗ്രഹപാത്രമായി മാറണം. ഹല്ലേലൂയ. കർത്താവിന്റെ മേശയിലേക്ക് നമ്മൾ പ്രവേശിക്കുന്ന ഓരോ നിമിഷവും കർത്താവിന്റെ കരം നമ്മളോട് കൂടെ ഉണ്ടായിരിക്കും. ആമേൻ. പഴയ നിയമത്തിലേക്ക് കടന്നു വരുമ്പോൾ 1-2 കാര്യങ്ങൾ ഞാൻ വേഗത്തിൽ പറയട്ടെ. ശമൂവേൽ പ്രവാചകന്റെ 1-ാം പുസ്തകത്തിലേക്ക് കടന്നു വരുമ്പോൾ, ഹല്ലേലൂയ, അവിടെ 7-ാം അധ്യായത്തിൽ കടന്നു വരുമ്പോൾ പെട്ടകമെടുത്ത് അബീനാദാബിന്റെ വീട്ടിൽ കൊണ്ടുപോയി വെക്കുന്നത് നമുക്ക് കാണുവാൻ കഴിയുന്നു. 7-ാം അധ്യായം 2-ാമത്തെ വാക്യം. പെട്ടകമെടുത്ത് മതി.
അവിടെ ശുദ്ധീകരിച്ചതിന് ശേഷം പെട്ടകം അവിടെ ഇരുന്ന വർഷത്തെ കുറിച്ച് പറയുന്നു. 20 വർഷം. 20 വർഷം ആ പെട്ടകം ആ കുന്നിന്മേൽ അബീനാദാവിന്റെ വീട്ടിലിരുന്നു. എന്താ സംഭവിച്ചത്? ആ പെട്ടകം ഇരുന്നത് കൊണ്ട് ആ കുടുംബത്തിന് ഒന്നും സംഭവിച്ചില്ല. ഹല്ലേലൂയ. പെട്ടകം ഇറങ്ങിയ അന്ന് ആ പെട്ടകത്തിന്റെ തലമുറയാകുന്ന ഉസ ഛേദിക്കപ്പെടുകയും ചെയ്തു. പക്ഷേ ഹല്ലേലൂയ, സമൂയേൽ പ്രവാചകന്റെ 2-ാം പുസ്തകം 6-ാം അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോ ഹല്ലേലൂയ, അതേ പെട്ടകം 3 മാസം സാധുവാകുന്ന ഒരു മനുഷ്യന്റെ വീട്ടിലിരിക്കുകയാണ്. ഹല്ലേലൂയ. അത് നമുക്ക് 6-ാം അധ്യായം 10-11 വാക്യങ്ങൾ ശ്രദ്ധിക്കുമ്പോൾ കാണാം. ഉസ ഛേദിക്കപ്പെട്ടത് ദാവീദ് കണ്ടപ്പോൾ ദാവീദ് ചുറ്റും നോക്കിയിട്ട് ഒബേദോമിന്റെ ഭവനം കണ്ടു. ആ ഭവനത്തിലേക്ക് ഈ പെട്ടകം എടുത്തു വെച്ചു. അടുത്ത വാക്യം പറയുന്നു, 3 മാസം യഹോവയുടെ പെട്ടകം അവിടെ ഇരുന്നു. ആ 3 മാസം കൊണ്ട് ഈ പെട്ടകം നിമിത്തം ഒബേദോം അനുഗ്രഹിക്കപ്പെട്ടു. ശ്രദ്ധിക്കുക, കുന്നിന്മേൽ ഇരുന്ന ആ പെട്ടകം 20 വർഷം ആ വീട്ടിനകത്തിൽ ഇരുന്നിട്ടും ഈ പെട്ടകത്തിന് ഒന്നും സംഭവിച്ചില്ല. പക്ഷേ 3 മാസം ഒരു ഭവനത്തിനകത്തിൽ ഈ പെട്ടകം ഇരുന്നു. ആ പെട്ടകം നിമിത്തം അവർ അനുഗ്രഹിക്കപ്പെട്ടു. 2 വീട്ടുകാരോടും നമ്മുടെ ഈ കാലഘട്ടത്തിന്റെ രീതിയിൽ ഒരു ഇന്റർവ്യൂ കൊടുത്താൽ, 2 വീട്ടുകാരോടും ഈ കാലഘട്ടത്തിന് അനുസരിച്ച് ഒരു ഇന്റർവ്യൂ കൊടുത്താൽ നമുക്ക് ചെന്ന് ചോദിക്കാം, ഹല്ലേലൂയ, അബീനാദാവേ, ഈ പെട്ടകം 20 വർഷം നിന്റെ വീട്ടിൽ ഇരുന്നില്ലേ, എന്താ നിനക്ക് ഇതിനെ കുറിച്ച് പറയാനുള്ളത്? പറയും, ഹല്ലേലൂയ, ഈ പെട്ടകം ഇവിടെ ഇരുന്നുകൊണ്ട് എനിക്ക് ഒരു ഗുണവും ഉണ്ടായില്ല. ഈ പെട്ടകം ഇറങ്ങിപ്പോയ അന്ന് എന്റെ മകൻ മരിച്ചുപോയി. ഹല്ലേലൂയ. പക്ഷേ 3 മാസം ഇരുന്ന ഏതോമിന്റെ വീട്ടിലോട്ട് ചെന്ന് കഴിഞ്ഞ് അവനോട് ചോദിച്ചേ, ഈ പെട്ടകം നിനക്ക് എന്താ ഗുണം ഉണ്ടാക്കിയേ? അവൻ പറയും, തൊടുവാണ് ഈ പെട്ടകത്തെ തൊടണം. അവൻ പറയും, ഹല്ലേലൂയ, തൊട്ടത് നിമിത്തം എന്റെ മകൻ മരിച്ചുപോയി. 20 വർഷം ഇരുന്ന പെട്ടകം നിമിത്തം, അല്ലെങ്കിൽ 20 വർഷം എന്റെ വീട്ടിൽ ഇരുന്ന ഈ പെട്ടകം പുറത്തിറങ്ങി എന്റെ മകനൊന്ന് തൊട്ടതേ ഉള്ളൂ, എന്റെ മകൻ മരിച്ചു. അല്ലെങ്കിൽ എന്റെ മകൻ ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ടു. പക്ഷേ 3 മാസം ഇരുന്ന വീട്ടിലെ തലമുറയോ അല്ലെങ്കിൽ അവരുടെ വീട്ടിലുള്ള എല്ലാവരോടും ചോദിച്ചു കഴിഞ്ഞാൽ അവർ പറയും, തൊടുവാണ് ഈ പെട്ടകത്തെ തൊടണം. ഹല്ലേലൂയ. 2 കാഴ്ചപ്പാട്, 2 രീതിയിലുള്ള കാര്യങ്ങൾ നമുക്ക് അവിടെ നിന്ന് വ്യക്തമാണ്. ഹല്ലേലൂയ. 3 മാസം കൊണ്ട് അനുഗ്രഹിക്കപ്പെട്ട പെട്ടകം. ഹല്ലേലൂയ. 3 മാസം കൊണ്ട് ഒരു കുടുംബത്തിന്റെ ചരിത്രം മാറ്റിയ പെട്ടകം. ഹല്ലേലൂയ. അങ്ങനെയാണെങ്കിൽ ഇന്ന് പകൽ ശ്രദ്ധിക്കുക, 10-ാം അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോൾ അപ്പോസ്തലനാകുന്ന പൗലോസ് വിളിച്ചു പറയുന്നു, ഇത് അനുഗ്രഹപാത്രം. 11-ാം വാക്യത്തിൽ വിളിച്ചു പറയുന്നു, ഹല്ലേലൂയ, യോഗ്യതയില്ലാതെയാണ് കുഞ്ഞെ നീ കൈ നീട്ടുന്നത് എങ്കിൽ ഇത് നിന്നെ ശാപത്തിന് കാരണമായി മാറും. ഹല്ലേലൂയ. പ്രതിസന്ധികൾക്ക് കാരണമായി മാറും, രോഗങ്ങൾക്ക് കാരണമായി തീരും. ഹല്ലേലൂയ. ഇത് മരണത്തിന് കാരണമായി തീരും. ഹല്ലേലൂയ. അങ്ങനെയാണെങ്കിൽ പ്രിയ ദൈവമേ, ഇന്ന് പകലിൽ നമ്മൾ ആയിരിക്കുന്നത് കർത്തൃമേശയുടെ മുമ്പാകെ ആകുന്നത് കൊണ്ട് തന്നെ കർത്തൻ വ്യക്തമായി വിളിച്ചു പറഞ്ഞു, ഇത് എന്റെ ഓർമ്മയ്ക്കായി ചെയ്യുക. ഹല്ലേലൂയ. കർത്താവ് സുവിശേഷത്തിൽ വ്യക്തമാക്കി വിളിച്ചു പറയുന്നു. ഹല്ലേലൂയ. അവസാന ദിവസത്തിൽ അവസാനം കർത്തൃമേശയെടുത്ത് മുറിച്ച് ശിഷ്യന്മാർക്ക് കൊടുക്കുമ്പോൾ വ്യക്തമാക്കുകയാണ്, ഹല്ലേലൂയ, ഇനി നിങ്ങൾ എന്റെ അരികിൽ വന്നിട്ടല്ലാതെ ഈ മുന്തിരിവള്ളിയുടെ അനുഭവം ഞാൻ കഴിക്കത്തില്ല. അപ്പോ നമ്മൾ നിത്യതയിൽ ചെല്ലുമ്പോൾ അവിടെ ഇതുണ്ട്. ഹല്ലേലൂയ. ഹല്ലേലൂയ. അങ്ങനെയാണെങ്കിൽ പ്രിയ ദൈവമേ, ഇവിടെ നമ്മൾ കർത്തൃമേശ അനുഭവിച്ചിട്ട് കൈവിടപ്പെട്ടു പോകാനല്ല, പേര് വിളിക്കുന്ന ദിവസത്തിൽ പേര് മാറി പോകാനല്ല കർത്താവ് ആഗ്രഹിക്കുന്നത് എങ്കിൽ കർത്താവിന്റെ സാന്നിധ്യത്തിന്റെ നടുവിൽ നമ്മൾ വിശ്വസ്തയോടെ വിശുദ്ധിയെ തികച്ചുകൊണ്ട് തന്നെ മുമ്പോട്ട് പോകണമെന്ന് കർത്താവ് ഈ നാളുകളിൽ ആഗ്രഹിക്കുന്നു. അടുത്തത് ശ്രദ്ധിച്ചേ, മരുഭൂമിയിൽ മന്ന ഇവർക്ക് വിട്ടുകൊടുത്തു, അല്ലേ? മന്ന ഇന്നലെ ദിവസം ഏറ്റവും നന്നായിട്ട് അതിനെ കുറിച്ചൊക്കെ വ്യക്തമാക്കി. ഹല്ലേലൂയ. എങ്കിലും ഞാൻ വ്യക്തമാക്കട്ടെ, ഹല്ലേലൂയ, മന്ന ഇവർക്ക് കൊടുത്തതിനെ കുറിച്ച് സങ്കീർത്തന പുസ്തകം 78-ാം അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോൾ പറയുന്നു, ഇത് ശക്തന്മാരുടെ ആഹാരമാകുന്നു. 78-ാം അധ്യായം 23-24 വായിച്ചാട്ടെ. അവൻ മീതെ മേഘങ്ങളോട് കൽപ്പിച്ചു, ആകാശത്തിന്റെ വാതിലുകളെ തുറന്നു, അവർക്ക് തിന്മാൻ മന്ന വർഷിപ്പിച്ചു, സ്വർഗീയ ധാന്യം അവർക്ക് കൊടുത്തു. ഒന്ന് സ്വർഗീയ ധാന്യം. അടുത്തത് മനുഷ്യൻ ശക്തിമാന്മാരുടെ അപ്പം തിന്നു. മനുഷ്യൻ ശക്തന്മാരുടെ ആഹാരം കഴിച്ചു. ഹല്ലേലൂയ. മന്നയെ കുറിച്ച് പറയുകയാണ്.
മനുഷ്യൻ ശക്തന്മാരുടെ ആഹാരം കഴിച്ചു. ഇത് സ്വർഗീയ ധാന്യമാണ്. അടുത്തത് ഇന്നലെ നിവാസൻ പറഞ്ഞതുകൊണ്ട് ഞാൻ അതിലേക്ക് മാറുന്നില്ല. ഹല്ലേലൂയ. തേൻ കൂട്ടിയ ദോശയ്ക്ക് സമമാണ്. ആമേൻ. ഇനി ശ്രദ്ധിക്കണം, ഈ മന്ന കൊടുത്ത രീതി എന്താണ്? മരുഭൂമിയിൽ വളരെ പൊടിയുള്ള സ്ഥലം, ആ സ്ഥലത്തേക്ക് ഈ മന്ന കൊടുക്കുന്നതിന് മുമ്പ് അതിന്റെ ചരിത്രം പറയുന്നു, മഞ്ഞ് വിരിക്കുന്നു. ആ മഞ്ഞ് വിരിച്ചതിന്റെ മുകളിലേക്ക് പത്തമ്പാലിനി പോലത്തെ മന്ന ദൈവം വർഷിപ്പിക്കുന്നു. എങ്ങനെ? സങ്കീർത്തന പുസ്തകത്തിൽ വിളിച്ചു പറഞ്ഞു, ആകാശത്തിലെ കിളിവാതിൽ തുറന്ന് സ്വർഗീയ ധാന്യമാകുന്ന ശക്തന്മാരുടെ ആഹാരം ഇതാ മന്ന ആ മഞ്ഞിന്റെ മുകളിലേക്ക് വിതറുന്നു. പിന്നീട് ഹല്ലേലൂയ, മറ്റ് പ്രാണികളൊന്നും കടന്നു വരാത്ത രീതിയിൽ ആ മഞ്ഞുകൊണ്ട് തന്നെ വീണ്ടും അതിനെ പൊതിയുന്നു. ദൈവജനം തക്ക സമയത്ത് എഴുന്നേറ്റ് ചെന്ന് മഞ്ഞ് മാറ്റി അവർ ഓരോന്ന് പെറുക്കിയെടുക്കും. എങ്ങനെ എടുക്കണം? അല്ലെങ്കിൽ അവർ കരം കൊണ്ട് എടുക്കണം. എത്ര എടുക്കണം? ഒരിടങ്ങഴി എടുക്കണം. ആമേൻ. പിറ്റേ ദിവസത്തേക്ക് അത് ക്രമിച്ചു പോകും. എന്നാൽ ഹല്ലേലൂയ, ശബത്ത് ദിവസത്തിന്റെ തലേ ദിവസം എടുക്കുമ്പോൾ 2 ഇടങ്ങഴി എടുക്കാം. ഹല്ലേലൂയ. അന്ന് ആ മന്നയ്ക്ക് ചെറിയ വ്യത്യാസങ്ങൾ ഉണ്ടാകുന്നു. എന്താണ് സംഭവിച്ചത്? അടുത്ത ദിവസത്തേക്ക് വെച്ചാലും അത് ക്രമിക്കത്തില്ല. ഹല്ലേലൂയ. ശ്രദ്ധിക്കണേ, അടുത്ത ദിവസത്തേക്ക് ഇരുന്നാലും അത് ക്രമിക്കത്തില്ല. അടുത്തത് ഹല്ലേലൂയ. ഇനി ശ്രദ്ധിച്ചു നോക്കിക്കേ, ഏറിയ ദിവസങ്ങൾ ഇവർ പെറുക്കി ഹല്ലേലൂയ മുമ്പോട്ട് കടന്നു പോയപ്പോൾ അവർ വഷളന്മാരായും ഉഴപ്പന്മാരായി മാറിയ ഒരു ചരിത്രം നമുക്ക് കാണുവാൻ കഴിയുന്നു. അങ്ങനെ ഇവർ മുമ്പോട്ട് യാത്ര ചെയ്തപ്പോൾ എന്ത് സംഭവിക്കുന്നു? ഹല്ലേലൂയ, ഇവർ ആ പറഞ്ഞ സമയമൊക്കെ മാറി. ഉറക്കത്തിനകത്തിൽ നിന്ന് ഉറക്കച്ചവിടോടുകൂടിയൊക്കെ എഴുന്നേറ്റ് വരുമ്പോഴേക്കും എന്താ സംഭവിക്കുന്നതെന്ന് അറിയുമോ? സൂര്യൻ ഉദിച്ചു വന്നപ്പോൾ മഞ്ഞൊക്കെ ഉരുകാൻ തുടങ്ങിയപ്പോൾ എന്താ അവർ ചരിത്രം പറയുന്നത്? ഹല്ലേലൂയ, ആ മഞ്ഞ അവർ എടുക്കുന്ന കൂട്ടത്തിൽ അവിടെ ഉണ്ടായിരുന്ന ചെറിയ മണ്ണിന്റെ ചെറിയ വാളുകളും ഇവരുടെ കൂട്ടത്തിൽ ഈ മഞ്ഞയുടെ കൂടെ വരാൻ തുടങ്ങി. അവർ ഒരുമിച്ചിട്ട് അത് പൊടിക്കാനും ഒരുമിച്ചിട്ട് കഴിക്കാനും തുടങ്ങിയപ്പോൾ അവർക്ക് ഹല്ലേലൂയ, ആ തേൻ കൂട്ടിയ ദോശയുടെ അല്ലെങ്കിൽ തേൻ കൂട്ടിയ രീതിയിൽ കഴിച്ചുകൊണ്ടിരുന്ന അവസ്ഥയ്ക്ക് ഭേദം വന്നത് ടേസ്റ്റ് ഇല്ലാത്തതായി മാറി. എപ്പോഴാണ് ടേസ്റ്റ് ഇല്ലാതായി മാറിയത്? ഇവരിൽ ഉഴപ്പ് വന്ന് ഇവർ ആ സമയത്തെ നിഷേധിച്ചിട്ട് എപ്പോഴെങ്കിലും ലഭിച്ചാൽ മതി എന്ന നിലയിലേക്ക് മാറിയപ്പോൾ ഹല്ലേലൂയ, എന്താ സംഭവിക്കുന്നത്? ഈ മഞ്ഞയുടെയും ടേസ്റ്റ് മാറാൻ തുടങ്ങി. പ്രിയ ദൈവമേ, ഏറ്റവും ശ്രേഷ്ഠമായ ആഹാരം സ്വർഗീയ മന്ന, അനുഗ്രഹിക്കപ്പെട്ട അനുഗ്രഹപാത്രമായിട്ട് ഇവരുടെ കരത്തിൽ കർത്താവ് വെച്ച് നീട്ടിക്കൊടുത്ത ആ നന്മയുള്ള മന്ന, ഹല്ലേലൂയ, ഇവരുടെ സ്വഭാവം കൊണ്ട് അതിന്റെ ടേസ്റ്റിനെ കളഞ്ഞു. ഹല്ലേലൂയ. പിന്നീട് അവർ ഒന്നിനു പിറകെ ഒന്നായി പിറുപിറുക്കാൻ തുടങ്ങി. ആമേൻ. ഹല്ലേലൂയ. കർത്താവ് ആദ്യ ദിവസം കൊടുത്തത് മുതൽ ഹല്ലേലൂയ, യോശുവയുടെ കാലഘട്ടത്തിൽ ഇവർ കരം കൊണ്ട് അധ്വാനിച്ച് ആഹാരം ഉണ്ടാക്കുന്ന ആ ദിവസം വരെയും പൊഴിച്ചു കൊടുത്ത ആ മന്നയ്ക്ക് വ്യത്യാസം ഇല്ലായിരുന്നു. പക്ഷേ ഇവരുടെ മനോഭാവത്തിന് വ്യത്യാസം വന്നതിനനുസരിച്ച് എന്ത് സംഭവിച്ചു? ഈ മന്നയുടെയും ടേസ്റ്റ് മാറാൻ തുടങ്ങി. ശ്രദ്ധിക്കുക, ഹല്ലേലൂയ, കർത്താവ് അന്ന് പറഞ്ഞ അതേ കർത്തൃമേശ നാമും കർത്താവിന്റെ വരവ് വരെയും ഇത് തുടർന്നുകൊണ്ടേയിരിക്കുന്നു. ഇത് വിളിച്ചറിയിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താണ്? കർത്താവിന്റെ വരവ് ഇതുവരെയും ആയിട്ടില്ല എന്നുള്ള ഒരു കാര്യമാണ്. അപ്പോൾ ശ്രദ്ധിക്കുക, കർത്താവിന്റെ വരവ് ഇതുവരെയും ആയിട്ടില്ല എങ്കിൽ നാം എന്താ ചെയ്യുന്നത്? ഇത് കർത്താവിന് തന്നിരിക്കുന്ന ഒരു കൽപ്പനയാണ്, ഒരു പ്രമാണമാണ്. അതിനനുസരിച്ച് നാം ഇവിടെ മുമ്പോട്ട് കടന്നു പോകുകയാണ്. അങ്ങനെയാണ് എങ്കിൽ നിശ്ചയമായും കർത്തൃമേശയിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് നാം അറിഞ്ഞിരിക്കുക, ഇത് എന്റെ ജീവിതത്തെ മാറ്റാൻ കഴിയുന്ന ഒന്നാണ്. ഇത് എനിക്ക് ശാപം വിളിച്ചു വരുത്തുന്നതല്ല, ഇത് എന്റെ ജീവിതത്തിന്റെ മേൽ ജീവനെ പകരുന്ന ഒന്നാണ്. ആമേൻ. ഈ പകലിൽ അത് തന്നെ മനസ്സിലാക്കി, ഇത് ജീവനെ പകരുന്നതാണ്. ഹല്ലേലൂയ. നാം വായിച്ചല്ലോ 26-ാം അധ്യായത്തിലേക്ക് കടന്നു വന്നപ്പോൾ അവിടെ വ്യക്തമായി വിളിച്ചു പറഞ്ഞു, ഹല്ലേലൂയ, അയോഗ്യമായി അപ്പം തിന്നുകയോ കർത്താവിന്റെ പാനപാത്രം കുടിക്കുകയോ ചെയ്യുന്നവൻ എല്ലാം കർത്താവിന്റെ ശരീരവും രക്തവും സംബന്ധിച്ച് കുറ്റക്കാരനാകും. അങ്ങനെയെങ്കിൽ ഞാൻ ചോദിക്കട്ടെ, അയോഗ്യതയോടെയാണ് കഴിക്കുന്നത് എങ്കിൽ കുറ്റത്തെ നമ്മൾ വിളിച്ചു വരുത്തുന്നു. അതെ, അയോഗ്യതയോടെയാണ് കഴിക്കുന്നത് എങ്കിൽ മരണം നമ്മുടെ വീട്ടിലേക്ക് വന്നു കയറുന്നു. അയോഗ്യതയോടെ കഴിക്കുന്നത് എങ്കിൽ രോഗങ്ങൾ കടന്നു വരുന്നു. എന്നാൽ ഹല്ലേലൂയ, ദൈവമേ, നീ എഴുന്നേറ്റ് നിന്ന് ഹല്ലേലൂയ, കർത്തന്റെ
സാന്നിധ്യത്തിന് നടുവിൽ ശുദ്ധിയുള്ള മനസ്സോടുകൂടി ഈ കർത്താവിന്റെ മേശയിലേക്ക് കരം നീട്ടുമ്പോൾ എന്ത് സംഭവിക്കും? എന്റെ ജീവിതത്തിന്റെ മേൽ യോഗ്യതയുണ്ടെന്ന് നിനക്കും ദൈവത്തിനും തമ്മിലുള്ള ആ ഒരു നോട്ടത്തിനകത്തിൽ ബോധ്യമുണ്ടെങ്കിൽ ഞാൻ വ്യക്തമായി വിളിച്ചു പറയുന്നു, ഹല്ലേലൂയ, യോഗ്യതയോടെയാണ് നീ കരം നീട്ടുന്നത് എങ്കിൽ ഇത് നിന്റെ ജീവിതത്തിന്റെ മേൽ അനുഗ്രഹത്തിന് കാരണമായി തീരും. യോഗ്യതയോടെ കൈനീട്ടിയാൽ നിന്റെ ശരീരത്തിൽ നിലനിൽക്കുന്ന രോഗങ്ങൾ ഇന്ന് ഇവിടെ വെച്ച് അത് പൂർണ്ണമായി മാറിയിരിക്കും. യോഗ്യതയോടെ കൈനീട്ടുന്നത് എങ്കിൽ നിന്റെ ജീവിതത്തിന്റെ മേൽ ജീവൻ വ്യാപരിക്കുവാൻ ഇടയാകും. അസാധാരണമായ വിടുതലുകൾക്ക് നാന്ദി കുറിക്കുക, അസാധാരണമായ വിടുതലിന്റെ വഴികൾ തുറക്കുക. ഈ ഒരൊറ്റ കർത്തൃമേശ മതി അസാധാരണമായ ദൈവിക പ്രവർത്തികൾക്ക് വേണ്ടി. ഇന്ന് നിന്നെ തന്നെ ഏൽപ്പിച്ചു കൊടുത്തിട്ട് പറ, കർത്താവേ, എനിക്ക് അയോഗ്യതയോടെയല്ല യോഗ്യതയോടെ ഈ പാനപാത്രത്തിന്റെ ഭാഗമായി മാറണം, ഈ അപ്പത്തിന്റെ ഭാഗമായി മാറണം. എന്റെ കർത്താവ് എനിക്ക് വേണ്ടി തകർക്കപ്പെട്ടതിന്റെ സങ്കടത്തിലല്ല അവൻ ഉയർത്തെഴുന്നേൽക്കും. ഇനിയും എന്റെ ഹല്ലേലൂയ പേര് വിളിക്കാനുള്ള നാളിലേക്കുള്ള പ്രവേശന കവാടമാണ് ഈ കർത്തൃമേശ എന്നുള്ള ആ യോഗ്യത നിന്റെ ഉള്ളത്തിനകത്തിൽ പ്രവേശിക്കുമ്പോൾ ഇതിനകത്ത് ശക്തി വ്യാപരിക്കും. അത് നിന്റെ ജീവിതത്തിന്റെ മേൽ അസാധാരണമായ വിടുതലുകൾക്ക് കാരണമായി ഭവിക്കും. അധികാരത്തോടെ കർത്താവേ, എന്റെ യോഗ്യതയുടെ പദവിയിലേക്ക് അവിടുന്ന് മാറ്റുന്നതിനായി സ്തോത്രം. കർത്താവിന്റെ മേശയിലേക്ക് ഭാഗമാക്കാകുന്ന നിന്നെ കർത്താവ് കാണുന്നുണ്ട്, പരിശുദ്ധാത്മാവിനെ കാണുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് വ്യക്തമാക്കുന്നത്, നിന്റെ പേര് പ്രസ്താവിക്കുക. ആ നല്ല കർത്താവ് ഇതിൽ കൂടെ ഒരു പുതിയ വഴിയെ തെളിക്കുകയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മുടെ ഓരോരുത്തരുടെയും കയ്യിലിരിക്കുന്ന സ്മാർട്ട് ഫോൺ ഹല്ലേലൂയ, അത് സ്വിച്ച് ഓഫ് ആക്കി വെച്ചാൽ പോലും അതിന്റെ ലൊക്കേഷൻ ട്രേസ് ചെയ്യാൻ കഴിയുമെങ്കിൽ ദൈവമേ ഇന്ന് പകലിൽ പറയട്ടെ, ഹല്ലേലൂയ. ദേവദാസൻ ലാസന്റെ കാര്യം പറഞ്ഞതുപോലെ തന്നെ കല്ലറയ്ക്കകത്ത് കൊണ്ടുപോയിട്ട് മണ്ണോട് മണ്ണ് ചേർന്നാലും പരിശുദ്ധാത്മാവ് ആ പേര് വിളിക്കുന്ന സമയത്ത് വിളിച്ചു പറയും, ഇവിടെ ഒരുത്തനുണ്ട്, ഇവിടെ ഒരുത്തനുണ്ട്. ഹല്ലേലൂയ. സ്മാർട്ട് ഫോണിന് ട്രേസ് ചെയ്യാൻ കഴിയുമെങ്കിൽ വ്യക്തമായി വിളിച്ചു പറയുന്നു, നിന്നെ മണ്ണോട് മണ്ണായി ചേർന്ന് നിന്നാലോ ഹല്ലേലൂയ പേര് വിളിക്കുന്ന ദിവസം അവിടെ നിന്ന് എഴുന്നേൽപ്പിക്കുക. ഉയരത്തിൽ നിന്ന് ആ ഉയർപ്പിന്റെ ശക്തി അത് നിന്റെ ഇറങ്ങി വരുന്നതിന് ഒരു കാരണം ഈ കർത്തൃമേശയുമാണ്. ഹല്ലേലൂയ. അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ ശ്രദ്ധയോടുകൂടി പ്രാർത്ഥനയോടുകൂടി തന്നെ നമ്മൾ മുമ്പോട്ട് കടന്നു പോവുക. ഹല്ലേലൂയ. ഇനി ശ്രദ്ധിച്ചു നോക്കിക്കേ, ഈ ബ്രെഡ് ഇവിടെ മുറിക്കുന്നു, വീഞ്ഞ് പ്രാർത്ഥിക്കുന്നു. ഇതിന് ഒരു വസ്തുമാറ്റവും സംഭവിക്കുന്നില്ല. ഇപ്പോ ഇതാർക്ക് വേണമെങ്കിലും കഴിക്കാം ഇപ്പോ. പക്ഷേ പ്രാർത്ഥിച്ച് കർത്താവിന്റെ സന്നിധിയിൽ കൊടുത്ത് നമ്മളത് മുറിച്ചെടുത്തു കഴിഞ്ഞാൽ പിന്നീട് അത് യോഗ്യതയുള്ളവൻ മാത്രമേ തൊടാൻ കഴിയത്തുള്ളൂ. ഹല്ലേലൂയ. ആ നിമിഷം ഇതിന്റെ വ്യത്യാസങ്ങൾ സംഭവിക്കുകയാണ്. ഹല്ലേലൂയ. മറ്റു ഉദാഹരണം ഞാൻ വേഗത്തിൽ പറയട്ടെ. കാനാവിലെ കല്യാണ വീട്ടിലേക്ക് നമ്മൾ കയറി ചെല്ലുമ്പോ അവിടെ കർത്താവ് അവിടെ നിന്ന് ബാല്യക്കാരോട് വിളിച്ചു പറഞ്ഞത് എന്താ? ആ കൽപാത്രങ്ങളിൽ വെള്ളം നിറയ്ക്കുക. എന്താ അവിടെ ആവശ്യമുള്ളത്? വീഞ്ഞ്. ഹല്ലേലൂയ. പക്ഷെ കർത്താവ് എന്ന് പറഞ്ഞ വെള്ളം നിറയ്ക്കുക. കൽപാത്രത്തിൽ വെള്ളം നിറച്ച ആ മനുഷ്യനോട് അല്ലെങ്കിൽ ആ അവിടെ നിന്ന് ബാല്യക്കാരോട് കർത്താവ് പറഞ്ഞു, ഇത് കൊണ്ടുപോയി വിരുന്നുവാഴിക്ക് കൊടുക്കുക. വിരുന്നുവാഴിക്ക് കൊടുക്കാൻ വേണ്ടി ഹല്ലേലൂയ. ഞാൻ കപ്പം നിർത്തട്ടെ. ഹല്ലേലൂയ. വിരുന്നുവാഴിക്ക് കൊടുക്കാൻ വേണ്ടി ആ ബാല്യക്കാരൻ മുമ്പോട്ട് പോകുമ്പോ എന്താ ഇതിനകത്തുള്ള കൊടുക്കാൻ പോകുമ്പോ വെള്ളം അല്ലേ? ഹല്ലേലൂയ. അവനും അറിയാം ഈ ബാല്യക്കാരനകത്ത് നിറച്ചത് എന്താണെന്ന് അവനറിയാം. ഹല്ലേലൂയ. പക്ഷെ കർത്താവ് പറഞ്ഞു, നീ കൊണ്ട് കൊടുക്കുക. ഹല്ലേലൂയ. കർത്താവ് ഇവിടെ അല്ലേ വേണ്ടേ എന്നൊരു ചിന്ത അവന്റെ ഉള്ളിൽ വരാതെ ഹല്ലേലൂയ അവന്റെ മൈൻഡിനെ പോലും നിയന്ത്രിക്കുന്ന കർത്താവിന്റെ കരത്തെ ഒന്ന് ശ്രദ്ധിച്ചു. അതെ, അടുത്തത് ആ പാത്രവുമായിട്ട് എന്ത് തന്നെ ആയിക്കോട്ടെ, ആ പാത്രവുമായിട്ട് മുമ്പോട്ട് പോകാൻ
അവൻ കാണിച്ച ആ ചുവടുവെപ്പുകളില്ലേ, ആ പാത്രത്തിൽ എന്ത് തന്നെ ആകട്ടെ, ഇത് കർത്താവ് പറഞ്ഞത് കൊണ്ട് ഞാൻ മുമ്പോട്ട് പോകുകയാണ് എന്ന് പറയുന്ന ആ ചുവടുവെപ്പില്ലേ, ഹല്ലേലൂയ, അതും നമ്മിൽ വെളിപ്പെടട്ടെ. കർത്താവിന്റെ ഇടയ്ക്ക് പത്രോസ് പറയുക, കർത്താവ് നീയാണെങ്കിൽ ഞാൻ വരട്ടെ. 2 സ്റ്റെപ്പേ നടന്നുള്ളൂ, സത്യമാണ്. പക്ഷേ രണ്ടാമതൊന്നും നമ്മൾ ചോദിച്ചാൽ നമുക്ക് പറയാൻ പറ്റും, കർത്താവ് കഴിഞ്ഞാൽ പത്രോസ് നടന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അങ്ങനെയാണെങ്കിൽ ഇന്ന് പകലിൽ കർത്താവ് പറയുന്ന കേട്ട് മുമ്പോട്ട് പോയാൽ എന്ത് സംഭവിക്കും? പോകുന്ന വഴിയിൽ വഴികൾ തുറന്നിരിക്കും, വഴികൾ തുറന്നിരിക്കും, വഴികൾ തുറന്നിരിക്കും, അസാധാരണമായ വഴികൾ തുറന്നിരിക്കും. ഹല്ലേലൂയ. അങ്ങനെയാണെങ്കിൽ ഇന്ന് പകലിൽ കർത്താവേ, ഹല്ലേലൂയ, ഞങ്ങളിത് അനുഗ്രഹപാത്രമാക്കി തീർക്കുകയാണ്. ഇതെന്റെ ജീവിതത്തിന്റെ മേൽ അനുഗ്രഹമായി തീരണം, ഇത് അനുഗ്രഹമായി തന്നെ തീരണം. ഹല്ലേലൂയ. അത് തന്നെയാണ് ഞാൻ ആഗ്രഹിക്കുന്നത്, അത് തന്നെയാണ് എനിക്ക് ആവശ്യമുള്ളത്. ഇനി ശ്രദ്ധിച്ചു നോക്കിക്കേ, മറ്റൊരു പ്രവചന പുസ്തകത്തിൽ ഒരു ദൂതൂടെ വായിച്ചോട്ടെ. യിരെമ്യാ പ്രവാചകന്റെ പുസ്തകം 33-ാമത്തെ അധ്യായം. യിരെമ്യാ പ്രവാചകന്റെ പുസ്തകം 33-ാമത്തെ അധ്യായം, അതിന്റെ 6-ാമത്തെ വാക്യം. അതിന്റെ രോഗശാന്തിയും ആരോഗ്യവും വരുത്തി അവരെ സൗഖ്യമാക്കുകയും സമാധാനത്തിന്റെയും സത്യത്തിന്റെയും സമൃദ്ധി അവർക്ക് വെളിപ്പെടുത്തുകയും ചെയ്യും. മതി. ഹല്ലേലൂയ. ഇവിടെ വ്യക്തമായി വിളിച്ചു പറയുകയാണ്, ഇതാ ഞാൻ രോഗശാന്തിയും ആരോഗ്യവും വരുത്തി അവരെ സൗഖ്യമാക്കും. പറഞ്ഞേ, രോഗശാന്തിയും ആരോഗ്യവും വരുത്തി അവരെ സൗഖ്യമാക്കും. അവയെ റോമലേഖനത്തിലേക്ക് കടന്നു വരുമ്പോൾ ഇല്ലാത്തതിനെ ഉള്ളവയെ പോലെ വിളിച്ചു വരുത്തുന്ന ഒരു നല്ല കർത്താവ്. ഹല്ലേലൂയ. അങ്ങനെയെങ്കിൽ ഞാൻ ചോദിക്കട്ടെ, ഹല്ലേലൂയ, എന്റെ ശരീരത്തിന്റെ മേൽ നിലനിൽക്കുന്ന ആ രോഗം, എന്നാണോ ആ രോഗം വന്നത്, അതിന് പുറകിലുള്ള ഒരു ആരോഗ്യമുള്ള ഒരു ശരീരമില്ലേ, അതിലേക്ക് നടക്കും, അതിലേക്ക് പോകും. അവേ ഇവിടെ പറയുന്നു, അതിന് നിന്റെ ശരീരം സിക്കാണെങ്കിൽ ആ സിക്ക് അവിടെ നിൽക്കട്ടെ. കർത്താവ് പറയുകയാണ്, രോഗശാന്തി, അതിന്റെ ആരോഗ്യത്തെ ഞാൻ വിളിച്ചു വരുത്തും. ആർക്ക് വേണ്ടി? എന്റെ മക്കൾക്ക് വേണ്ടി ഞാൻ വിളിച്ചു വരുത്തി. അത് നിന്നിലേക്ക് ഒരു ഇൻസ്റ്റാൾ ചെയ്യുന്നത് പോലെ ആ സൗഖ്യത്തെ കർത്താവ് അധികാരത്തോടെ പകർന്നു തരും. ഹല്ലേലൂയ. വിളിച്ചു വരുത്തുവാൻ കഴിയുന്ന, ഹല്ലേലൂയ, എവിടെയാണോ നിന്റെ ആരോഗ്യം നഷ്ടപ്പെട്ടു പോയത്, എവിടെയാണോ നീ രോഗിയായി മാറിയത്, ഹല്ലേലൂയ, കർത്താവ് പറയുകയാണ്, ആ ആരോഗ്യത്തെ നിന്നിലേക്ക് ഞാൻ വിളിച്ചു വരുത്താൻ പോകുകയാണ്, നിന്നിലേക്ക് ഞാൻ വിളിച്ചു വരുത്താൻ പോകുകയാണ്. അങ്ങനെ വിളിച്ചു വരുത്താൻ പോകുമ്പോ ഓർക്കുക, ഈ കർത്തൃമേശയിലേക്ക് നമ്മൾ കരം നീട്ടുമ്പോ യോഗ്യതയോടെ നീ കൈ നീട്ടിയാൽ ഇത് നിന്റെ ജീവിതത്തിന്റെ സൗഖ്യത്തിന് കാരണമാകും. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇത് യോഗ്യതയോടെ നീ കഴിക്കുക, യോഗ്യതയോടെ നീ പാനപാത്രത്തിൽ നിന്ന് കുടിക്കുക. ഇത് നിന്റെ ജീവിതത്തിന്റെ സൗഖ്യമാണ്. ഹല്ലേലൂയ. ഈ പകലിൽ പറ, കർത്താവേ, കർത്താവേ, അങ്ങയുടെ അടിപ്പിടലിനെ ഞാൻ വിശ്വസിക്കുന്നു, അടിപ്പിടലാവുള്ള സൗഖ്യത്തെ ഞാൻ വിശ്വസിക്കുന്നു, അടിപ്പിടലാവുള്ള സൗഖ്യത്തെ ഞാൻ വിശ്വസിക്കുന്നു. ചില നിമിഷങ്ങൾ പറഞ്ഞ്, അപ്പാ, അപ്പാ, ഹല്ലേലൂയ, എന്നിലെ കുറവിനെ അവിടുന്ന് ശുദ്ധീകരിക്കണം. നല്ല കർത്താവേ, എന്നിലെ കുറവിനെ അവിടുന്ന് ശുദ്ധീകരിക്കണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. കയ്യിനോട് വചനം വ്യക്തമായി വിളിച്ചു പറയുന്നു, പാപം നിന്റെ പടിവാതിക്കൽ കിടക്കുന്നു, അതിന്റെ ആഗ്രഹം നിന്നോടാ, നീ അതിനെ ജയിക്കണം. ഹല്ലേലൂയ, നീ അതിനെ ജയിക്കണം. ഹല്ലേലൂയ. ഇനിയും അടുത്തത്, ഹല്ലേലൂയ, സഭയാ കുടുംബത്തോട് ഞാൻ ഒരു കാര്യം കൂടെ വിളിച്ചു പറയട്ടെ. മുടിയനാകുന്ന പുത്രൻ ദൂരദേശത്തേക്ക് കടന്നുപോയി. അവൻ തെറ്റുകൾ ചെയ്തു, പാപത്തിന്റെ അടിബന്ധത്തിനകത്തിൽ കൂടെ അവൻ വല്ലാത്ത ക്രിയകളിൽ കൂടെ കടന്നുപോയി. പക്ഷേ ഒരു വേള അവന്റെ മേൽ സുബോധം വന്നു. ആ സുബോധം വന്നപ്പോൾ അവൻ വിളിച്ചു പറഞ്ഞു, ഞാൻ ചെന്നിട്ട് പറയും, നിന്നോടും സ്വർഗത്തോടും ഞാൻ പാപം ചെയ്തു. ഹല്ലേലൂയ. പ്രിയദൈവമേ, എന്തെങ്കിലും അയോഗ്യതകൾ നിന്റെ ജീവിതത്തിന്റെ മേൽ പിശാചിന്ന് കാതിനകത്തിലേക്ക് കുത്തിത്തിരികെ കേട്ടുന്നുണ്ടെങ്കിൽ ഇന്ന് പകലിൽ വിളിച്ചു പറ, ഞാൻ ആ അപ്പന്റെ മകനാ, ഞാൻ ആ അപ്പന്റെ മകളാ. എന്നെ അയോഗ്യതയിലേക്ക് തള്ളിവിടാൻ നിനക്ക് കഴിയത്തില്ല. ഞാൻ യോഗ്യനാണെന്നുള്ള ഒരു
ഉണ്ടാകട്ടെ. കർത്തൃമേശയിൽ നിന്ന് മാറി നിൽക്കാതെ ചില നിമിഷങ്ങൾ കർത്താവിന്റെ സന്നിധിയിൽ പറ. അപ്പന് ക്ഷമിക്കാൻ കഴിയാത്ത ഒരു വിഷയവും നമ്മുടെ മുമ്പിൽ ഇല്ല. തിരിച്ചറിയുക. പിശാച് പറയും നടക്കുകയല്ല, നീ ആ ചെയ്ത തെറ്റ് ഹല്ലേലൂയ നിനക്ക് കർത്തൃമേശയ്ക്ക് യോഗ്യതയുള്ള ഹല്ലേലൂയ ആ പാനപാത്രത്തിൽ നിന്നെ ശാപത്തിലേക്ക് നടത്തും. ഇവയൊക്കെ പിശാച് നിന്റെ കാതിൽ പറയും, നിന്റെ മനസ്സിനകത്തിലേക്ക് പറഞ്ഞുകൊണ്ടിരിക്കും. പക്ഷെ ഇന്ന് ഈ പകലിൽ വിളിച്ചു പറ, കർത്താവേ ഞാൻ യോഗ്യനാകണം. അതിന് ഹല്ലേലൂയ എന്റെ പാപ സ്വഭാവത്തെ ഇപ്പോ അവിടുന്ന് കഴുകണം. കർത്താവേ അങ്ങയുടെ രക്തത്താൽ എന്നെ ശുദ്ധീകരിക്കണം. നാഥാവേ അങ്ങയുടെ രക്തത്താൽ ശുദ്ധീകരിക്കണം. കർത്താവേ ഈ കർത്തൃമേശ എന്റെ ജീവിതത്തിന്റെ മേൽ യോഗ്യതയുടെ പദവിയിലേക്ക് എന്നെ നടത്തണം. യോഗ്യതയുടെ പദവിയിലേക്ക് എന്നെ നടത്തണം. ചില നിമിഷങ്ങൾ പ്രാർത്ഥിച്ച്, ചില നിമിഷങ്ങൾ കർത്താവിന്റെ സന്നിധിയിൽ പ്രാർത്ഥിച്ച് വചനം വ്യക്തമായി വിളിച്ചു പറയുന്നു. തന്നെത്താൻ ശോധന ചെയ്യുക എന്നുള്ളത്, തന്നെത്താൻ ശോധന ചെയ്യുക. ഞാൻ കർത്താവിൽ നിന്ന് പ്രാപിക്കുന്ന സമയമാണ്, ഞാൻ കർത്താവിൽ നിന്ന് സ്വീകരിക്കുന്ന സമയമാണ്. കർത്താവേ ഞാൻ എന്നെ തന്നെ സമർപ്പിക്കുന്നു. ചില നിമിഷങ്ങൾ നിങ്ങൾ നിങ്ങളെ തന്നെ ഒന്ന് തിരിച്ച് വ്യക്തമായി കണ്ടാട്ടെ. അവസരങ്ങൾ വ്യക്തമാക്കുന്നു. കണ്ണാടിയിൽ കടപടിയായി കാണുന്നത് പോലെ നിങ്ങളെ തന്നെ കണ്ടേ. പിശാച് നിങ്ങളെ കുറിച്ച് വിളിച്ചു പറയും, ഇല്ല നിനക്ക് യോഗ്യതയില്ല. പക്ഷേ അപ്പനും മകനും എന്നുള്ള ബന്ധത്തിൽ, അപുത്രത്വം പ്രാപിച്ച വ്യക്തി എന്നുള്ള ബന്ധത്തിൽ വിളിച്ചു പറ, പിശാചേ നിന്റെ തന്ത്രം ഇനിമേൽ എന്റെ മേൽ നടക്കില്ല. ഞാൻ ആ അപ്പന്റെ മകനാ. ആ യേശു കർത്താവ് എനിക്ക് വേണ്ടിയാണ് കാൽവറി ക്രൂസിൽ തകർക്കപ്പെട്ടത്. അവന്റെ രക്തത്താൽ എന്നെ ശുദ്ധീകരിച്ചത്. അവന്റെ ശരീരത്തിന്റെ ഭാഗമായി തീരുന്ന ഈ കർത്തൃമേശയിലേക്ക് ഞാൻ പ്രവേശിക്കുമ്പോൾ എന്റെ കർത്താവാണ് എന്നെ ശുദ്ധീകരിച്ചത്. ആ മകനുള്ള സകല യോഗ്യതകൾ കൈമാറി തരുന്നത്. ഞാൻ രോഗിയായി തീരത്തില്ല. രോഗത്തിന്റെ അവസ്ഥയിലാണ് കടന്നു പോകുന്നത് എങ്കിൽ ഈ കർത്തൃമേശ നിമിത്തം രോഗം സൗഖ്യമാകും. ഞാൻ ബലഹീനതയ്ക്ക് അകത്തുകൂടെ കടന്നു പോകുന്നെങ്കിൽ, പാപചിന്തകളിൽ കൂടെ, തെറ്റുകളിൽ കൂടെ കടന്നു പോകുന്നെങ്കിൽ, ഇന്ന് നീ യോഗ്യനായി മാറിയിട്ട് കർത്തൃമേശയിലേക്ക് പ്രവേശിക്കുമ്പോൾ ഇന്ന് മുതൽ നിന്റെ ജീവിതത്തിന്റെ മേൽ പഴയത് കഴിഞ്ഞുപോയി പുതിയതിലേക്ക് നീ പ്രവേശിക്കുന്ന പകലായിട്ട് മാറുകയാണ്. അതുകൊണ്ട് അപ്പനോട് പറ, ഞങ്ങളിത് അടുത്ത് വരുന്നു. ഇന്ന് വരെ, ഈ നിമിഷം വരെ എൻ്റെ ജീവിതത്തിലുണ്ടായ തെറ്റോ കുറ്റങ്ങൾ കുറവുകൾ കർത്താവേ അവിടുന്ന് പൂർണ്ണമായും എന്നെ ശുദ്ധീകരിച്ചു.
എന്നെ യോഗ്യതയുടെ പദവിയിലേക്ക് അവിടുന്ന് നയിക്കുന്നതിനായി സ്തോത്രം. കർത്തന്റെ സന്നിധിയിൽ കണ്ണാടിയിൽ കടമൊഴിയായി നിങ്ങളെ തന്നെ കണ്ടു. നല്ല കർത്താവേ, അവിടുത്തെ ശുദ്ധീകരണം എൻ്റെ ജീവിതത്തിൽ വെളിപ്പെടണം. രോഗശാന്തിയും ആരോഗ്യവും വരുത്തിത്തരുമെന്ന് നിങ്ങളുടെ വാഗ്ദത്തം കിടക്കുമ്പോൾ ഈ കർത്തൃമേശയിൽ കൂടെ ഞാനത് പ്രാപിക്കുകയാണ്. കർത്താവേ, ഈ 3 ദിവസത്തെ ഉപവാസ പ്രാർത്ഥനയിൽ കേട്ട ദൂതുകൾ, ആലോചനകൾ എല്ലാം കർത്താവേ, അത് നിവർത്തിപഥത്തിന് കാരണമായി ഭവിക്കത്തക്ക നിലയിലുള്ള മതിലുകൾ തുറന്നു വരട്ടെ. കർത്താവ് ചെയ്യുന്ന വലിയ കാര്യങ്ങൾക്കായി സ്തോത്രം. നാം നമ്മെ തന്നെ സമർപ്പിച്ച് കർത്തൃമേശയ്ക്ക് യോഗ്യതയുള്ളവരായവർ അതാത് സ്ഥാനങ്ങളിൽ ശുശ്രൂഷയുടെ അനുഗ്രഹത്തിനായിട്ട് എഴുന്നേറ്റ് നിന്നാണ്. മറ്റുള്ളവരെല്ലാവരും അതത് സ്ഥാനങ്ങളിൽ ഇരിക്കുക. ഹല്ലേലൂയ. കർത്തൃമേശ എടുക്കുവാൻ മുമ്പോട്ട് കടന്നു വന്ന് ഒരുങ്ങി വന്നിരിക്കുന്ന പ്രാർത്ഥനയോടെ ആയിരിക്കുന്ന എല്ലാവരും അതാത് സ്ഥാനങ്ങളിൽ എഴുന്നേറ്റ് നിന്നാണ്. നമ്മൾ വിലയേറിയമായ ദൈവിക പദ്ധതിയിലേക്ക് പ്രവേശിക്കുമ്പോൾ ആ ദൈവത്തിന്റെ മഹത്വമുള്ള ഭുജം ഈ പ്രഭാതത്തിൽ നമ്മുടെ ജീവിതത്തിൽ അനുകൂലമായി അനുഗ്രഹമായിട്ട് അത് ചലിക്കപ്പെടുവാൻ കാരണമായി തീരുവാനിടയാവില്ല. സുചിന്തകളും മുമ്പോട്ട് കടന്നു വന്നാണ്ട് ഹല്ലേലൂയ. നമുക്ക് ഒരുമിച്ച് കർത്താവിന്റെ സന്നിധിയിൽ പ്രാർത്ഥനയോടെ ആയിരിക്കാം. ദൈവാത്മാവിന്റെ നിയോഗത്തോടു കൂടി തന്നെ പരിശുദ്ധാത്മാവ് തന്നെ ഹല്ലേലൂയ ശുശ്രൂഷകളെല്ലാം ശ്രേഷ്ഠമായി അനുഗ്രഹിച്ച് വഴി നടത്തുവാൻ ഇടയാകട്ടെ. ഹല്ലേലൂയ. ദൈവിക സാന്നിധ്യത്തിന്റെ നടുവിൽ നാം നമ്മെ തന്നെ സമർപ്പിച്ചു കൊടുത്താണ്. ഹല്ലേലൂയ. ഒരിക്കൽ കൂടെ സമർപ്പിച്ച് പ്രാർത്ഥനയോടെ ആയിരുന്നാണ്. ചില നിമിഷങ്ങൾ നമ്മൾ പ്രാർത്ഥനയോടെ ആയിരുന്നാണ്. ദൈവാത്മാവിന്റെ നിയോഗം നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെടട്ടെ.